കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബറിന് തിരിച്ചടി. എന്നാൽ കൊക്കോ വിപണിയിൽ പ്രതീക്ഷയാണ്. ഏലം വാങ്ങാൻ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ സജീവം. ചൈനീസ് ടയർ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവവും തായ് നാണയമായ ബാട്ടിന്റെ മൂല്യം ഉയർന്നതും റബ്ബറിനെ തളർത്തി. ബാങ്കോക്കിൽ റബ്ബർ വില ക്വിന്റലിന് 19,037 രൂപയിൽ നിന്നും 18,835 രൂപയായി ഇടിഞ്ഞു. ഇതിനിടയിൽ ജപ്പാനിൽ റബ്ബർ കിലോ 314 യെന്നിൽ നിന്നും 306 യെന്നിലേക്ക് താഴ്ന്നത് വിദേശ ബയർമാരെ പിന്തിരിപ്പിച്ചു. പ്രതികൂല വാർത്തകൾക്കിടയിൽ സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ വില 18,700 രൂപയിൽ നിന്നും 18,600 താഴ്ന്നു. പശ്ചിമാഫ്രിക്ക വരൾച്ചയിൽ നിന്നും മഴയിലേക്ക് തിരിഞ്ഞു. കൊക്കോ ഉൽപാദനം ഉയരുമെന്ന റിപ്പോർട്ടുകൾ രാജ്യാന്തര വിപണിയിൽ ഉൽപ്പന്ന വിലയെ ബാധിച്ചു. മധ്യ കേരളത്തിൽ പച്ചക്കൊക്കോ കിലോ 90 രൂപയിലും ഹൈറേഞ്ചിൽ കായ 110 രൂപയിലും വിപണനം നടന്നു. ചോക്ലേറ്റ് വ്യവസായികൾ മികച്ച ചരക്ക് 155 രൂപയ്ക്ക് ശേഖരിച്ചു. കൊക്കോ പരിപ്പ് 350, 370 രൂപയിലും ഹൈറേഞ്ചിൽ പരിപ്പിന് 370, 410 രൂപയിലുമാണ്. ഏലയ്ക്ക വാങ്ങാൻ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ഉത്സാഹിച്ചത് ലേലത്തിന് ആവേശം പകർന്നു. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും പുതിയ ചരക്ക് കൂടുതലായി വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. 96,851 കിലോഗ്രാം ചരക്ക് വിൽപ്പനയ്ക്ക് വന്നതിൽ 91,404 കിലോയും വിറ്റഴിഞ്ഞു. വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,002 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,555 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭാവി ആരോഗ്യ കേരളത്തിലേക്കുള്ള വിത്തിടിയിലാണ് ജൈവ കൃഷിയെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ജൈവ കൃഷിയും കർഷകരുടെ വരുമാനവും എന്ന വിഷയത്തിൽ സംസ്ഥാന കാർഷിക വില നിർണയ ബോർഡ് സംഘടിപ്പിച്ച ദേശീയ പഠനശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2030 സംസ്ഥാനത്തെ മൊത്തം കൃഷിയിൽ 10% ജൈവ കൃഷിയാക്കി മാറ്റാനാണ് കൃഷിവകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും പൂർണ്ണമായും ശാസ്ത്രീയമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 2010 ജൈവ കാർഷിക നയം രൂപീകരിച്ചെങ്കിലും നടപ്പിലാക്കുന്നതിൽ വേഗതയുണ്ടായില്ല. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാതെ പരമാവധി വിപണി ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പഠനശാലയിൽ നിന്നും ജൈവ കൃഷിയെ സംബന്ധിച്ച പ്രായോഗികമായ അഭിപ്രായങ്ങളും ഒരു പ്ലാനും തയ്യാറാക്കി അത് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയിടം, അടുക്കള ഭക്ഷണം എന്നിവയിലൂടെ മാത്രമേ വിഷരഹിത ഭക്ഷണം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കി. മൈഫിൻ TV, തിരുവനന്തപുരം. ഇന്ത്യയുടെ അരിശേഖരം റെക്കോർഡിൽ. ഗോതമ്പ് ശേഖരം 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലുമെത്തി. രാജ്യത്തെ സർക്കാർ സംഭരണ കേന്ദ്രങ്ങളിലെ അരിശേഖരം സെപ്റ്റംബറിൽ 14% ഉയർന്ന റെക്കോർഡിലെത്തി. ഗോതമ്പ് ശേഖരവും 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഗോതമ്പ് ശേഖരത്തിലെ മുന്നേറ്റം ഈ വർഷം അവസാനത്തോടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പനയിലൂടെ വിലക്കയറ്റം തടയാൻ സർക്കാരിനെ സഹായിക്കും. സെപ്റ്റംബർ 1 കണക്കനുസരിച്ച് ഇന്ത്യയുടെ അരിശേഖരം മൊത്തം 48.2 ദശലക്ഷം ടൺ എന്ന റെക്കോർഡിട്ടു. ജൂലൈ 1 സർക്കാർ ലക്ഷ്യം പോലും 13.5 ദശലക്ഷം ടൺ മാത്രമായിരുന്നു. ഗോതമ്പ് ശേഖരം സെപ്റ്റംബർ 1 33.3 ദശലക്ഷം ടണ്ണായിരുന്നു. ഇത് സർക്കാരിന്റെ ലക്ഷ്യമായ 27.6 ദശലക്ഷം ടണ്ണിനേക്കാൾ വളരെ കൂടുതലാണ്. ആഗോള അരി കയറ്റുമതിയുടെ 40% ഇന്ത്യയിൽ നിന്നാണ്. അരി കയറ്റുമതി ഒരു വർഷം മുമ്പത്തേതിനേക്കാൾ ഏകദേശം 25% വർദ്ധിച്ച് ഈ വർഷം റെക്കോർഡ് 22.5 ദശലക്ഷം ടണ്ണായി ഉയരുമെന്നാണ് അരി കയറ്റുമതിക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ആഗോള മത്സ്യബന്ധന മേഖലയിൽ വലുപ്പച്ചെറുപ്പങ്ങളില്ലാതെ നീതി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ. ചെറുകിട മത്സ്യബന്ധനം പ്രതിസന്ധിയിലായി. കാലാവസ്ഥാ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കുറവ് കാരണക്കാരായ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വലിയ ചെലവുകൾ ഈടാക്കരുതെന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രശ്നത്തിന് ഉത്തരവാദികളായ വികസിത രാജ്യങ്ങൾക്ക് നികുതിയും മറ്റും കുറവാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ബംഗാൾ ഉൾക്കടലിലെ ഭാഗമായ രാജ്യങ്ങളുടെ 3 ദിവസത്തെ മേഖലായോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് സെക്രട്ടറി അഭിലാഷ് ലിഗി പറഞ്ഞു. ഇന്ത്യയിൽ മത്സ്യബന്ധന മേഖലയെ നയിക്കുന്നത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥ, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സംസ്കാരം എന്നിവയുടെ സംരക്ഷകരായ ചെറുകിട മത്സ്യത്തൊഴിലാളികളാണെന്ന് സെക്രട്ടറി വ്യക്തമാക്കി. ചെറുകിട മത്സ്യബന്ധന മേഖല നിലവിൽ കടുത്ത പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. നടപ്പുവർഷം മത്സ്യ ഉൽപാദനം 195 ലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട്. അതിശക്തമായ കാലാവസ്ഥാ മാറ്റം, തീരദേശ മണ്ണൊലിപ്പ്, സമുദ്രതാപനം എന്നിവ ബംഗാൾ ഉൾക്കടലിലെ മത്സ്യബന്ധനത്തെയും മത്സ്യസമൂഹത്തെയും ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം.
ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 186, RSS 5 183, ലാറ്റക്സ് 127, ജാതിക്ക 300, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 280, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,600, കുരുമുളക് അൺഗാർബിൾ 68,600, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 23,800, ചുക്ക് 24,000. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർ ഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർ ഫെഡിന്റെ ഓണാശംസകൾ.